നാരായണ. ഓ നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ നമ. ശ്രീ ഗുരുവായൂരപ്പ ശരണം നാരായണ. ഓം ശ്രീമദ് ഭാഗവത മഹാപുരാണം പ്രഥമസ്കന്ധം 3-ാമത്തെ അധ്യായം. അതിൽ 7-ാമത്തെ ശ്ലോകമാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. ദ്വിതീയം തു ഭവായാസ്യ രസാതലഗതാം മഹീം ഉദ്ധരിഷ്യന്നുപാദത്ത യജ്ഞേശ സൗകരം വപു. രണ്ടാമതായിട്ട് അസ്യ, ഈ പ്രപഞ്ചത്തിലെ അല്ലെങ്കിൽ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് പാലകൻ ഭഗവാന്റെ ഭവായ ഉത്ഭവത്തിനായിക്കൊണ്ട് രസാതലഗതാം രസാതലത്തെ പ്രാപിച്ചതായിട്ടുള്ള മഹീം ഭൂമിയെ, ഈ ഹിരണ്യാക്ഷൻ ഒളിപ്പിച്ചു വെച്ചതാണ്. മഹീം ഭൂമിയെ ഉദ്ധരിഷ്യൻ മേൽപോട്ട് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നവനായിട്ട് യജ്ഞേശ്വരൻ സൂകരത്തെ പന്നിയുടെ രൂപത്തെ ആശ്രയിച്ചു. വപുഹു ഉപാദത്ത, അങ്ങനെ ഒരു ശരീരത്തെ സ്വീകരിച്ചു. സ്വേച്ഛോപാത്ത വപുവാണ് ഭഗവാൻ. സ്വയം ഇഷ്ടപ്രകാരം ഏത് രൂപം വേണിച്ചാൽ ധരിക്കാം. ബ്രഹ്മാവിൻ്റെ ഒരു സഹായം വേണ്ട എന്ന് സാരം. ബ്രഹ്മാവിനെ സൃഷ്ടിച്ചതേ ഭഗവാനാണ്. ഇവിടെ ദ്വിതീയം തു ഭവായ അസ്യ, രണ്ടാമതായിട്ട് ഈ ഭവത്തിനു വേണ്ടിയിട്ട്, ഭൂമി പ്രാരബ്ധം തീർക്കാനുള്ള, അതുകൊണ്ടാണ് ഭവായ. ഭൂമി ഇപ്പോൾ രസാതലത്തിൽ കൊണ്ട് ഒളിപ്പിച്ചു വെച്ചത് ഹിരണ്യാക്ഷൻ. അത് അതിൻ്റെ മാക്സിമത്തിലുള്ള നെഗറ്റീവ്. അത് ഈ ഭൂമിയെ എല്ലാ തരത്തിലും എല്ലാവരിലും അത് ബാധിച്ചു. അപ്പോൾ നെഗറ്റിവിറ്റി വളരെ കൂടുതലായി. അപ്പോൾ ഭഗവാൻ അവതരിച്ചത് യജ്ഞേശനായിട്ടാണ്. രസാതലം എന്നുള്ളത് പാതാളത്തിൻ്റെ തൊട്ട് മീതെയുള്ള ഒരു പ്രദേശമാണ്. അപ്പോൾ അവിടെ എല്ലാ തരത്തിലും ഈ ചീത്ത കാര്യങ്ങൾ മാത്രം ചെയ്യുന്ന, നെഗറ്റീവ്സ് മാത്രം ഉള്ള ഒരവസ്ഥയിൽ എത്തി. അപ്പോൾ അതുകൊണ്ട് അതിൽ നിന്നും ഈ ജനങ്ങളെ ഉദ്ധരിക്കാൻ ഉപാദത്ത. ഇവിടെ വാച്യാർത്ഥം ഭൂമിയെ ഉദ്ധരിക്കാൻ. യജ്ഞേശഃ, യജ്ഞങ്ങൾക്ക് ഈശനായിക്കൊണ്ട് നിയന്ത്രിക്കുന്നവൻ എന്നർത്ഥം. യജ്ഞത്തിൻ്റെ സംവിധായകൻ, യജ്ഞത്തിൻ്റെ ഫലദാതാവ്, യജ്ഞസ്വരൂപൻ. ഹോതാക്കളായാലും ശരി, ആ ഹോമകുണ്ഡം ചിരി അതായാലും ശരി, ദ്രവ്യങ്ങളായാലും ശരി, ഹോതാക്കളായാലും ശരി, എല്ലാം ഭഗവാനാണ്. അങ്ങനെയുള്ള ഒരു യജ്ഞസ്വരൂപനായിട്ട് സുയജ്ഞൻ എന്ന പേരിൽ യജ്ഞനും ദക്ഷിണയും കൂടിയിട്ടാണ് വന്നത്. സൗകരം വപു, അങ്ങനെ ഒരു പന്നിയുടെ രൂപത്തിൽ വന്നു എന്നാണ്. സുയജ്ഞനായിട്ട് സ്വയംഭൂവ മനുവിന് ഈ ശതരൂപയിൽ ഉണ്ടായി എന്നതാണ് സുയജ്ഞനും ദക്ഷിണയും. ആ ഭഗവാൻ തന്നെയാണ് ഇവിടെ ഈ വെളുത്ത ശ്വേതവരാഹ രൂപം. ഇനി ശ്വേത നൃവരാഹ രൂപം, ഇനി നീല നൃവരാഹ രൂപം. ആ നീല നൃവരാഹ രൂപമാണ് ഈ ഭൂമിയെ ഉദ്ധരിക്കുന്നത്. അപ്പോൾ ഭഗവാന്റെ രൂപങ്ങൾ അതാത് സമയത്ത് ശുഭ്രമായിട്ടും അതേപോലെ തന്നെ ഈ കൃഷ്ണവർണ്ണത്തിലും വരും. ഭഗവാന്റെ ഒരു ശ്യാമമേഖല രൂപം, ശ്യാമമേഘ നിറം ഉണ്ട്. അങ്ങനെയുള്ള ശ്യാമള കോമളൻ, അത് ഈ മനുഷ്യരൂപത്തിൽ മാത്രമല്ല, നരസിംഹ ആയാലും ശരി, ഈ മത്സ്യമായാലും ശരി, ഈ വരാഹായാലും ശരി, ഭഗവാന് ആ കോമളത്വം ഉണ്ട്. ഇവിടെ സൗകരം യജ്ഞേശഃ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ പന്നിയുടെ രൂപത്തിലുള്ള ഭഗവാന്റെ രോമങ്ങൾ ദർഭയായിട്ട്, അങ്ങനെ കാലായാലും ശരി, ശരീരമായാലും ശരി, മറ്റേ തേറ്റയായാലും ശരി, എല്ലാം ഓരോന്നായിട്ട് ഇന്നത് എന്ന് പറഞ്ഞിട്ട് ഈ ഋഷികൾ ഭഗവാന്റെ അംഗങ്ങളായിട്ട് യജ്ഞത്തിന് ഉപയോഗിക്കുന്നതായിട്ടുള്ള ഓരോന്നിനെയും അതായി കണ്ടുകൊണ്ട് സ്തുതിച്ചു എന്നാണ്. അവിടെ പന്നിയുടെ ശരീരത്തിൻ്റെ അവയവങ്ങളായിട്ട് കണ്ട് സ്തുതിച്ചു എന്ന് പറഞ്ഞത് ഈ നെഗറ്റീവ്സിനെ മുഴുവൻ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ
യജ്ഞപതിയായിട്ട് വന്നു. അപ്പോൾ ആ യജ്ഞപതിയെ ആശ്രയിച്ചു കഴിഞ്ഞാൽ ഈ നെഗറ്റീവ്സിനെ ഇല്ലാണ്ടാക്കാൻ സാധിക്കും എന്ന് അതിൻ്റെ വ്യംഗ്യം. വാച്യാർത്ഥം രണ്ടാമതായിട്ട് ഭഗവാൻ ഈ രസാതല ലോകത്തിൽ നിന്ന് ഭൂമിയെ ഉദ്ധരിക്കാൻ വേണ്ടിയിട്ട് യജ്ഞപതിയായിട്ടുള്ള ഒരു പന്നിയുടെ രൂപത്തെ സ്വീകരിച്ചു. ഇത് വളരെ സിമ്പിളായിട്ടുള്ള വാച്യാർത്ഥം. അതല്ലാത്തൊരു അർത്ഥമുണ്ട്, അതിനാണ് പ്രാധാന്യം. യജ്ഞപതിയായിട്ടുള്ള ഭഗവാനെ സ്തുതിക്കുന്നത് അംഗങ്ങളൊക്കെ ഭഗവാന്റെ യജ്ഞത്തിന് ഉപയോഗിക്കുന്നതായിട്ടുള്ള ഓരോന്നും ആണ് എന്ന് പറഞ്ഞിട്ടാണ്. അതിനിപ്പോൾ ആദ്യം നമ്മൾ സ്തുതി വിസ്തരിച്ച് വായിക്കും. ഇവിടെ നെഗറ്റീവ്സിനെ കളയുവാൻ വേണ്ടിയിട്ട് ഭഗവാൻ ഇപ്രകാരത്തിൽ നാം ഏതൊക്കെ തരത്തിൽപ്പെട്ടതായിട്ടുള്ള ഉപവാസ പൂജ വ്രതാദികൾ ഇന്നതെന്ന് പ്രത്യേകം പറയണ്ട, അത് മുഴുവൻ ഭഗവത് അർപ്പിതമായിക്കൊണ്ട് ചെയ്യണം. അതിനുള്ള നിയമത്തെയൊക്കെ ഭഗവാൻ പറഞ്ഞു. ആ സ്വോദ്ദേശ അവതാരമാണ് ഇവിടെ. ആദ്യത്തെ കൃതയുഗത്തിൽ ഈ അംശാവതാരമായിട്ട് ഭഗവാൻ വന്നത് ഈ പ്രാരബ്ധം തീർക്കാൻ വേണ്ടിയിട്ട് ജീവജാലങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് മർത്യരാണ്. മർത്യരാൽ ചെയ്യപ്പെടുന്ന കർമ്മത്തിൻ്റെ ഫലമായിട്ട് ദേവന്മാരാൽ കൊടുക്കപ്പെടുന്നു, അഷ്ടദിക്പാലകന്മാരാൽ കൊടുക്കപ്പെടുന്നു. അതിനെ നിയന്ത്രിക്കുന്നത് മുഴുവൻ ഈ ഭഗവാനാണ്. ആ ഭഗവാന്റെ ഒരു സ്വേച്ഛോപാത്ത വപുവാണ് പന്നി രൂപം. പന്നിയായിട്ട് വരാനുള്ള കാരണം മണത്ത് കണ്ടുപിടിക്കുക എന്ന നിലയ്ക്കാണ്. ഭൂമിയുടെ ആ ഒരു ഗുണം അത് മണം ആണ്, ഗന്ധമാണ്. അപ്പം അതുകൊണ്ട് ആ രൂപത്തിൽ വന്നു. ഒളിപ്പിച്ചു വെച്ചത് ഏറ്റവും അടിയിലായതുകൊണ്ട് ജലത്തിലേക്ക്. അത് സംസാര സമുദ്രമാണ് ജലം, കാരണജലം അല്ല, അല്ലാണ്ട് ഒരു കടല് അല്ല. സംസാര സമുദ്രത്തിൽ ഇങ്ങനെ മുങ്ങിക്കിടക്കുന്നതായിട്ടുള്ള നമ്മളെ പോലെയുള്ളവരെ ഉദ്ധരിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ ഇങ്ങോട്ട് വന്നു എന്നതാണ്. ആ ഭഗവാനെ യജ്ഞസ്വരൂപനായിട്ട് നമ്മൾ ആരാധിക്കണം, ഭജിക്കണം. അപ്പോൾ ഭൂമി, നമ്മൾ വസിക്കുന്ന സ്ഥലവും ഭൂമിയാണ്, നമ്മുടെ ജീവൻ ഇരിക്കുന്ന ഈ ശരീരവും ഭൂമിയാണ്. അതിനെ അറിഞ്ഞുകൊണ്ട് സ്തുതിച്ചാലാണ് ലക്ഷ്മി വരാഹം അല്ലെങ്കിൽ ഭൂമി വരാഹമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. അങ്ങനെയുള്ള ആ ഭാവത്തിൽ തന്നെ ഈ വരാഹരൂപിയെ ആർക്കാണോ സ്തുതിക്കാൻ സാധിക്കുന്നത്, ആശ്രയിക്കാൻ സാധിക്കുന്നത്, അവർക്കേ ഇതിൽ നിന്നും മോചനം കിട്ടൂ എന്ന് സാരം. ഇപ്പോൾ വാച്യാർത്ഥത്തിനേക്കാൾ കൂടുതൽ ഇതിന് ഈ ഉദ്ദേശ ലക്ഷ്യമുണ്ട്. അതിനെ അറിഞ്ഞുകൊണ്ട് ഉപാസിക്കുക. ദ്വിതീയം തു ഭവായാസ്യ രസാതലഗതാം മഹിം ഉദ്ധരിഷ്യന്നുപാദത്ത യജ്ഞേശ സൗകരം വപു. ഇനി മൂന്നാമത്തെ അവതാരം. തൃതീയം ഋഷിസർഗം ച ദേവർഷിത്വമുപേത്യസ തന്ത്രം സാത്വതമാജഷ്ട നൈഷ്കർമ്മ്യം കർമ്മണാം യതഃ. എപ്പോഴാണ് ഇങ്ങനെയുള്ളൊരു സുയജ്ഞനെ ആശ്രയിച്ചു കഴിഞ്ഞാൽ നമ്മിൽ നിന്നും കർമ്മം വിട്ടുപോകുന്നത്? വേണ്ട രീതിയിൽ ബുദ്ധിയെ ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രവർത്തനങ്ങളൊക്കെ ചെയ്താൽ കിട്ടുന്നതായിട്ടുള്ള ഫലം ആണ് ജീവൻ്റെ ശുദ്ധി. അത് കിട്ടാൻ നാം ബുദ്ധിയെ എങ്ങനെ ഉപയോഗിക്കണം, അത് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് നാരദനായിട്ട് ഭഗവാൻ വന്നു എന്നാണ്. തൃതീയം, മൂന്നാമതായിട്ട് ഋഷിസർഗ. ഋഷി വർഗത്തെയാണ് ഭഗവാൻ സൃഷ്ടിച്ചത്. അതിൽ ദേവർഷിത്വം, ഇപ്പോൾ സനകാദികൾ മഹർഷിമാർ തന്നെയാണ്, നാരദനും മഹർഷി തന്നെയാണ്, ദേവർഷിയാണ്. ആ ദേവർഷിത്വത്തെ ഭഗവാൻ സൃഷ്ടിച്ചു. ഉപേത്യ, അത് പ്രാപിച്ചു. സഹ, ആ ഭഗവാൻ സാത്വതം തന്ത്രം, ഏറ്റവും സാത്വികമായിട്ടുള്ള യന്ത്രം, തന്ത്രം, മന്ത്രം. അപ്പോൾ ഇവിടെ താന്ത്രിക വിധി എന്ന നിലയ്ക്കാണ്. എന്താ താന്ത്രിക വിധി? ക്രിയായോഗം. അപ്പോൾ അതൊരു സാത്വികമായിട്ടുള്ള ഈ ഉപാസനാ സമ്പ്രദായങ്ങളെ മുഴുവൻ പറയുവാൻ വേണ്ടിയിട്ട് നാരദ രൂപത്തിൽ ആചഷ്ട പറഞ്ഞു. യതഃ, ഏതിൽ നിന്നാണോ കർമ്മണാം, ഈ കർമാദികൾക്ക് നൈഷ്കർമ്മ്യം, കർമ്മം ചെയ്യേണ്ടാത്ത ഒരവസ്ഥയിലേക്ക് എത്തിക്കേണ്ടത്, അതിനെ ഇപ്രകാരമാണ് എന്ന് ബുദ്ധി ഉപയോഗിച്ചു കൊണ്ട് പറഞ്ഞു എന്നതാണ്. നമ്മൾ വിവേകത്തോടു കൂടിയിട്ട് ഇതിനെ കാണണം. കർമ്മഠത്വം
അത് മുക്തിക്ക് തടസ്സമാണ്. പുരഞ്ജനോപാഖ്യാനം അതാണ് പറയണത്. അപ്പോൾ കർമ്മഠത്വം ഇല്ലാത്ത രീതിയിൽ നാം ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ ഭഗവത് അർപ്പിതമാക്കുകയാണ് എങ്കിൽ യാന്ത്രികമായിട്ടുള്ള കർമ്മങ്ങളെ ചെയ്താൽ മതി. അത് തന്ത്രവിധിപ്രകാരമാവണം, കുതന്ത്രം ആവരുത്, ലാഭേച്ഛയോട് കൂടിയിട്ടാവരുത്. അതിൻ്റെ സമർപ്പണം ലോകഹിതത്തിനാവണം, ദേവഹിതത്തിനാവണം, ജീവഹിതത്തിനാവണം. അങ്ങനെ ആവുമ്പോൾ അത് ശരിയാവുകയും ചെയ്യും. ഏറ്റവും മിനിമം സ്വീകരിക്കുക, ബാക്കിയുള്ളത് മുഴുവൻ ദാനം ചെയ്യുക. ഇത് പറയാനേ പറ്റുള്ളൂ, നമുക്ക് എളുപ്പമല്ല. എങ്കിലും ഇങ്ങനെ ഒന്നുണ്ട് എന്നുള്ളത് നാരദൻ നമ്മെ പഠിപ്പിച്ചു. നാരദനായിട്ട് വന്ന ഭഗവാൻ നമ്മെ പഠിപ്പിച്ചു. അപ്പോൾ ഈ നാരദനെ ഒട്ടും അറിയാത്തത് കൊണ്ട് എത്രയോ ആളുകൾ വല്ലാതെ കണ്ട് ഒട്ടും അറിയില്ല. അതുകൊണ്ടാണ് നിഷേധ രൂപത്തിലോ കളിയാക്കുകയൊക്കെ ചെയ്യുന്നു. വളരെ മോശ. തൃതീയം ഋഷി സർഗം ച, മൂന്നാമതായിട്ട് ഋഷി എന്ന വർഗത്തെയാണ്. ഋഷി എന്നുള്ളതിൻ്റെ സാരം തന്നെ അതാണ്. ഋക്കുകളിൽ സീതനം ചെയ്യുന്നവൻ ഋഷി. അപ്പോൾ നീന്ത അല്ലെങ്കിൽ അതിനെ കൂടുതൽ മറ്റേ കീറി മുറിക്കുക. നമ്മൾ ഈ മറ്റേ ഓലയൊക്കെ അങ്ങനെ കീറി എടുക്കില്ലേ, തെങ്ങിൻ്റെ ഓല അങ്ങനെ കീറി അങ്ങനെ എടുത്താൽ പറ്റും. അതിൻ്റെ കൂട്ടത്തിൽ അത് ചെറുതാക്കിയിട്ട് അതിനെ പരിശോധിക്കുക. അപ്പോഴാണ് നമുക്ക് പലതും പുതിയതായിട്ട് കിട്ടുക. അങ്ങനെ ചീവി എടുക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന അറിവുകൾ അതിനെ മറ്റുള്ളവർക്ക് ഉപകാരമായിട്ട് കൊടുക്കുക. അങ്ങനെ ദേവർഷിത്വം, ദേവന്മാരുടെ ഭാവത്തെ, അഷ്ടദിക്പാലകന്മാരുടെ ഭാവത്തെ, പാലകനായിട്ടുള്ള വിഷ്ണുവിൻ്റെ ഈ പാലക സ്വഭാവത്തെ കണ്ടുപിടിക്കുക. അതിനു വേണ്ടിയിട്ട് ഭഗവാൻ ഇങ്ങനെ ഒരു ശരീരത്തെ സ്വീകരിച്ചു. നാരദൻ എന്നുള്ള രീതിയിൽ ഒരു ശരീരത്തെ സ്വീകരിച്ചു. സഹ, ആ ഭഗവാൻ, തന്ത്രം, എന്നിട്ട് അതിൻ്റെ വിധി ഇങ്ങനെയാണ്. ഇതിൻ്റെ തന്ത്രം, ക്രിയായോഗം ഇങ്ങനെയാണ് വേണ്ടത്. അതും സാത്വതമായിട്ട് ആചഷ്ട. നാരദൻ അങ്ങനെ ഹോമം ചെയ്തൊന്നും പതിവില്ല. നാരദൻ വല്ല വായനയൊക്കെ ചിലപ്പോൾ നടത്തിയെന്ന് വരാം, അത്രയേ ഉള്ളൂ. സദാസമയത്ത് നാമവും കീർത്തനവുമാണ് ഭഗവാൻ നാരദൻ്റെ. ഭഗവാൻ നാരദൻ എന്ന് ചിലപ്പോൾ കാണാം. അങ്ങനെ സാത്വിക ഭാവത്തിൽ ഭഗവാൻ ഇത് ആചരിച്ചു എന്നാണ്. നാരദ മഹർഷിക്ക് സ്വതേ കർമ്മമേ ഇല്ല. ചെയ്യുന്ന കർമ്മങ്ങൾ നാരദനായിട്ട് ബാധിക്കില്ല. അങ്ങനെയാണ് നാരദൻ്റെ ഒരു സ്വഭാവം. ഭഗവാൻ സ്വതന്ത്രനാ. എന്തിനു വേണ്ടിയിട്ടാ? നൈഷ്കർമ്മ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട്, കർമ്മം ചെയ്യേണ്ടാത്തൊരവസ്ഥയിലേക്ക് ജീവനെ എത്തിക്കാൻ വേണ്ടിയിട്ട്, എന്നുവെച്ചാൽ മുക്തി തരാൻ വേണ്ടിയിട്ട്. അതാണ് നാരം തം പരമാത്മകം ഇതി നാരദ. നമ്മളൊക്കെ കർമ്മഠരാണ്, മാത്രമല്ല കർമ്മികളും ആണ്. ചിലപ്പോൾ അറിഞ്ഞുകൊണ്ട് കർമ്മം ചെയ്യും, ചിലപ്പോൾ അറിയാതെ കൊണ്ട് കർമ്മം ചെയ്യും. അപ്പം അങ്ങനെ അറിഞ്ഞുകൊണ്ട് കർമ്മം ചെയ്യുകയാണെന്ന് വെച്ചാൽ അതിൻ്റെ പ്രതിഫലം ഉണ്ടാവും, ഫലം ഉണ്ടാവും, പ്രതിഫലം ഉണ്ടാവും. അത് മുഴുവൻ ഭഗവാന് സമർപ്പിക്കണം. അപ്പോൾ ഈ കർമ്മങ്ങളുടെ ഫലമായിട്ട് ഈശ്വര പ്രീതിയാണ് സംഭവിച്ചത് എങ്കിൽ നമ്മൾ കർമ്മത്തിൽ നിന്നും മുക്തരാവും. ഇതാണ് നാരദൻ നമ്മെ പഠിപ്പിച്ചത്. അതിന് വേണ്ടിയിട്ടാണ് ഭഗവാൻ നാരദനായിട്ട് വന്നത്. തൃതീയം ഋഷി സർഗം ച, മൂന്നാമത്തേത് ഋഷി വർഗത്തെയാണ് ഭഗവാൻ ഉണ്ടാക്കിയത്, സൃഷ്ടിച്ചത്. ദേവർഷിത്വം ഉപേത്യസ, ആ സമയത്ത് ദേവർഷിയായിട്ട് നാരദനായിട്ട് ഭഗവാൻ വന്നു. തന്ത്രം സാത്വികമാചഷ്ട, എന്നിട്ട് ആ ക്രിയായോഗം ഇപ്രകാരത്തിൽ സാത്വികമായിട്ട് ആചരിച്ചു. നൈഷ്കർമ്മ്യം കർമ്മണാം യതഃ, കർമ്മത്തിൻ്റെ ആ ഒരു അവസ്ഥ കർമ്മം വേണ്ടാത്ത രീതിയിലേക്ക് എത്തിക്കുക, കർമ്മം കൊണ്ട് തന്നെ കർമ്മം വേണ്ടാത്ത രീതിയിൽ എത്തിക്കുക എന്നത് ചെയ്യുകയും ചെയ്തു. ആരിൽ നിന്നാണോ ഇത് വന്നത് അവിടേക്ക് തന്നെ കർമ്മവും കർമ്മഫലവും കൊടുക്കാൻ വേണ്ടി നാരദൻ പ്രേരിപ്പിച്ചു. തൃതീയം ഋഷിസർഗം ച ദേവർഷിത്വം ഉപേത്യസ തന്ത്രം സാത്വതമാജഷ്ട നൈഷ്കർമ്മ്യം കർമ്മണാം യഥാ. ഇനി 9ാമത്തെ ശ്ലോകം. തുര്യേ ധർമ്മകലാസർഗേ നരനാരായണ വൃഷി ഭൂത്വാത്മോപശമോപേതമേ അകരോദ്ദുശ്ചരം തപ. തുര്യേ, 4ാമത്തെ ഭാവം അല്ലെങ്കിൽ ഒടുക്കത്തെ ഭാവം. ഇതിപ്പോൾ 4ാമത്തെ ഭാവമാണ്. ധർമ്മകലാസർഗേ, ധാർമ്മികമായിട്ട് ധർമ്മകലയോട് കൂടിയിട്ട് സൃഷ്ടിയിൽ വന്നു.
ധർമ്മത്തിൻ്റെ 4 പാദങ്ങളാണ് തപസ്, ശുദ്ധി, ദയ, സത്യം. അത് നന്നായിട്ട് തന്നെ കാണിച്ചു. നരനാരായണൗ ഋഷി, നരനും നാരായണനുമായിട്ട് ഭഗവാൻ ഋഷി ഭാവത്തിൽ തന്നെ വീണ്ടും വന്നു. സനകാദി ഋഷികളാണ്, നാരദൻ ഋഷിയാണ്, ഈ നരനാരായണന്മാരും ഋഷികളാണ്. ഭൂത്വ, അങ്ങനെ ഭവിച്ചു. എന്നിട്ടോ ഉപശമഃ, ഈ ജീവാത്മാവിനെ ഉപശമത്തോടു കൂടിയിട്ട് ശമിപ്പിക്കുക. എങ്ങനെയാണ് ശമിപ്പിക്കേണ്ടത്? അതായത് മനസ്സിനെ നാം എങ്ങനെയാണോ, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചഞ്ചലം ആണല്ലോ മനസ്സേ, അവിടേക്കും ഇവിടേക്കും പോകും. അത് ഭഗവാനിൽ മാത്രം എത്തിക്കുക എന്ന ഭാവത്തിൽ. എവിടെയെങ്കിലും ഒരു തീര് വെക്കാണ്ട് മനസ്സിനെ പറ്റില്ല, എവിടെയെങ്കിലും ഒരു തീര് വെക്കണം, അത് ഭഗവാനിലാക്കുക. അപ്പോൾ മറ്റ് യാത്രകളില്ലാണ്ട് സാരം. അതാണ് ഉപശമം. ദമം, ശമം, ദമം രണ്ടെണ്ണമുണ്ട്. ശമം എന്നുള്ളത് മനസ്സിൻ്റെ അവസ്ഥ, ദമം എന്നുള്ളത് ശരീരത്തിൻ്റെ അവസ്ഥ. ശരീരത്തിൻ്റെ അവസ്ഥയിൽ ഈ പഞ്ചേന്ദ്രിയങ്ങളും മനസ്സും പെടും ചെയ്യും. എങ്കിലും മനസ്സിനെ വേറെയായിട്ട് പറഞ്ഞു. 11 ഇന്ദ്രിയങ്ങളും ദമത്തിൽ പെടും, എങ്കിലും ശമം എന്നുള്ളത് മനസ്സിൻ്റേതായിട്ട് വേറെ പറഞ്ഞു. അപ്പം അതിൽ മനസ്സും ബുദ്ധി അഹവും പെടും. ഭഗവാനിൽ തന്നെ എത്തിക്കുക, ചിത്തത്തിൽ വാസുദേവനിൽ എത്തിക്കുക, ക്ഷേത്രജ്ഞനിൽ എത്തിക്കുക. അപ്പം ഇങ്ങനെ നരനാരായണന്മാരായിട്ട്, നരൻ നമ്മൾ ജീവാത്മാവ്, നാരായണൻ നമ്മുടെ ഒപ്പമുള്ള സാക്ഷി. അപ്പോൾ നാരങ്ങൾക്ക് അയനമായിട്ടുള്ള നാരായണൻ നമ്മുടെ ഒപ്പം സാക്ഷിയായിട്ട്, അന്തര്യാമിയായിട്ട് കൂടെ ഉണ്ട് ഭഗവാൻ. ആ നരനും നാരായണനും സ്വരൂപത്തെ സ്വീകരിച്ചു വന്നു. എന്നിട്ടോ ആത്മ ഉപശമ ഉപേത അകരോത് ദുശ്ചരം തപ. അപ്പം ഈ മനസ്സിൻ്റെ അടക്കൽ, മനസ്സടക്കം എന്നുള്ളത് വളരെ പ്രയാസമുള്ളതാണ്. അത് ചെയ്തു എന്നുള്ളതാണ്, ചെയ്ത് കാണിച്ചു തന്നു. എങ്ങനെയാ? ദുശ്ചരം തപഹ, അതിപ്രയാസമുള്ള ആ തപസ്സിനെ അകരോത് ചെയ്തു. അപ്പോൾ സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു ശരീരത്തെ സ്വയമേവ ഉപേതം സ്വീകരിച്ചു, കൊണ്ടുവന്നു. എല്ലാവർക്കും കാണാനായിട്ട് ഭഗവാൻ ഇങ്ങനെ നരനാരായണന്മാരായിട്ട് ഒരു സ്വേച്ഛോപാത്ത വകുവാണ്. അപ്പോൾ ഭഗവാൻ ഈ രൂപത്തിലാണ്, 2 ദ്വിത്വത്തോട് കൂടിയിട്ടാണ് വന്നത്, ജീവാത്മാഭാവത്തിലും പരമാത്മാഭാവത്തിലും. പക്ഷെ രണ്ടുപേർക്കും രൂപമുണ്ടായി. അർജുനനായിട്ടും കൃഷ്ണനായിട്ടും വന്നത് ഇതേ നരനാരായണന്മാരാ. നരനാരായണന്മാർ ബദരിയിൽ ഇരുന്നു കൊണ്ട് തപസ് ചെയ്തു. ഈ പ്രപഞ്ചം എങ്ങനെയൊക്കെ നടക്കണം, ചലിക്കണം, അതാണ്. അപ്പോൾ ചലനം എന്നുള്ളത്, ഇപ്പോൾ ഒരാൾ ഉണ്ടാവൽ ചലനാണ്, വളരൽ ചലനാണ്, ലയിക്കൽ ചലനാണ്. അപ്പോൾ ഈ നിയമത്തെ അറിഞ്ഞാലാണ് ഉണ്ടാവലും നിലനിൽക്കലും വളരലും ക്ഷയിക്കലും ക്രമേണ നശിച്ച് അല്ലെങ്കിൽ ആ ലയിക്കൽ എന്നുള്ള ഭാവം. അപ്പോൾ ഈ 6 ഭാവങ്ങളും ഇങ്ങനെ വേണമെന്ന് നിശ്ചയിച്ചത് നാരായണ. അപ്പോൾ ആ നാരായണൻ അതിനെ ഇപ്രകാരത്തിൽ കാണിച്ചു തന്നു. നരനും നാരായണനുമായിട്ട് 2 രൂപത്തിൽ വന്നുകൊണ്ട് നമ്മളെ അനുഭവിപ്പിക്കുകയും ചെയ്തു. അവർ തമ്മിലുള്ള സംവാദമായിട്ടാവാം, അവർ തമ്മിൽ അല്ലെങ്കിൽ അവർ രണ്ടുപേരും കൂടിയിട്ട് ചെയ്യുന്ന ലീലകളാവാം. അവർ അങ്ങോട്ട് ചെന്നിട്ട് ആശ്രയിക്കുന്ന ഭക്തന്മാരെ പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കുന്നു. അതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും മാർക്കണ്ഡേയ പുരാണത്തിലൊക്കെ. മാർക്കണ്ഡേയനൊക്കെ അനുഗ്രഹിച്ച ആ രീതിയിൽ അങ്ങനെ പല ഭക്തന്മാരും. അപ്പോൾ നരനാരായണന്മാരായിട്ട് വന്നതും ഈ തപസ്സിൻ്റെ ഫലം നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടും ഭഗവാൻ തപസ് ചെയ്തു എന്നാണ്. അതിൻ്റെ മൂർത്തിമൽ ഭാവം അതൊരു ധർമ്മമാണ്, ധാർമ്മികമായിട്ടൊരു കർമ്മമാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും തപസ് എന്ന രീതിയിലാണ് ചെയ്യുന്നതെങ്കിൽ അവർ ഇതിൽ ഫലത്തെ എടുക്കാത്ത രീതിയിലാണ്. ഇനി നരനാരായണന്മാരായിട്ട് എന്തിനാ വന്നത്? സഹസ്രകവചൻ എന്നൊരു അസുരൻ 1000 കൊല്ലം തപസ്സും 1000 കൊല്ലം യുദ്ധവും, അങ്ങനെ
1000 കൊല്ലം തപസ് ചെയ്ത ഒരാൾ 1000 കൊല്ലം എന്നോട് യുദ്ധം ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഒരു കവചം പൊട്ടിപ്പോകണം. അങ്ങനെ 1000 കവചം എനിക്കുണ്ടാവണം. ഇങ്ങനെ 1000 കവചം ഭേദിക്കുന്ന ആ സമയത്തെ എനിക്ക് മൃത്യു വരാവൂ. ബ്രഹ്മാവിൽ നിന്നും വരം വാങ്ങിയതാ. അപ്പോൾ ഈ സഹസ്ര കവചൻ്റെ 1000 കവചങ്ങളും അറക്കാൻ വേണ്ടിയിട്ട്, പൊട്ടിക്കാൻ വേണ്ടിയിട്ട്, ഛേദിക്കാൻ വേണ്ടിയിട്ട് നരനാരായണന്മാരായിട്ട് 2 ഭാവത്തിൽ വന്നു. നരൻ തപസ് ചെയ്യുമ്പോൾ നാരായണൻ യുദ്ധം ചെയ്യും, നാരായണൻ തപസ് ചെയ്യുമ്പോൾ നരൻ യുദ്ധം ചെയ്യും. അത് വിത്തൗട്ട് ബ്രേക്ക് വേണമെന്നോ. അതായത് അപ്പോൾ സഹസ്രകവചം ഉദ്ദേശിച്ചത് എന്താണെങ്കിൽ 1000 കൊല്ലം 1000 കൊല്ലം തപസ് ചെയ്യുക, 1000 കൊല്ലം യുദ്ധം ചെയ്യുക. അത് 2 കൂടിയിട്ട് ഒരേ സമയത്ത് ചെയ്യുന്ന ഒരാളെ എന്നെ വധിക്കാവൂ. 2 കൂടിയിട്ട് ഒരേ സമയത്ത് ഒരാൾക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ, തപസ്സും യുദ്ധവും കൂടിയിട്ട്. അപ്പോൾ എനിക്ക് മരണമില്ല, അങ്ങനെ 1000 വേണമെന്നാ. തഥാസ്തു എന്ന് പറഞ്ഞു. അപ്പോൾ നാരായണൻ തീർച്ചയാക്കുന്ന 2ആയിട്ട് വരാമെന്ന്. ഒരേ ആൾ തന്നെ 2ആയിട്ട് നിൽക്കുക. അപ്പോൾ സഹസ്ര കവചനെ സംബന്ധിച്ച് ഈ 1000 കൊല്ലം യുദ്ധം, അത് അടുത്ത 1000 കൊല്ലം യുദ്ധം ചെയ്യും. എന്താ, ഒരാൾ ഇവിടെ തപസ് ചെയ്യുമ്പോൾ മറ്റാൾ യുദ്ധം ചെയ്യും, മറ്റാൾ യുദ്ധം ചെയ്യുമ്പോൾ ഇയാൾ തപസ് ചെയ്യും. ഇങ്ങനെയാണ്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ 1000 കൊല്ലം 1000 കൊല്ലത്തെ യുദ്ധം വന്നു കഴിഞ്ഞപ്പോൾ സഹസ്ര കവചൻ്റെ 999 കവചങ്ങളും ഭേദിച്ചു എന്നാണ്. അത്രയും 1000 കൊല്ലം 999 അത്രയും കവചത്തെ ഭേദിച്ചു. 1000 കൊല്ലം യുദ്ധം ചെയ്താലാണ് ഒരു കവചം പൂളൂ കേട്ടോ. അങ്ങനെയാണ് 1000 കൊല്ലേ. അങ്ങനെയാണ് 999 1000. പക്ഷേ അപ്പോൾ സമയം കഴിഞ്ഞു പോയി, കാലം കഴിഞ്ഞു. ആ സമയത്ത് ഈ സഹസ്ര കവചം സൂര്യനിലേക്ക് ലയിച്ചു. ആ സൂര്യനിലേക്ക് ലയിച്ച അദ്ദേഹമാണ് പിന്നെ കർണനായിട്ട് വന്നത്. പിന്നത്തെ ഊഴം അർജുനനായിരുന്നു, നരനായിരുന്നു. അതുകൊണ്ട് നരൻ അർജുനനായിട്ട് ഈ കർണനെ വധിച്ചു. അപ്പോൾ അവിടെ രഥം ഭൂമിയിൽ താണു. ആ സമയത്ത് കാപട്യമായിട്ട് രഥത്തിനെ ഭഗവാൻ തന്നെ ഒന്ന് താത്തിയതാണോ ചോദിച്ചാൽ അതും അറിയില്ല. ഏതായാലും അങ്ങോട്ട് കൈ പോയിട്ടൊന്നുമില്ല. കർണൻ്റെ രഥം എതിർച്ചയാ താണതാണ്. അപ്പോൾ കർണൻ രഥത്തിൽ നിന്ന് ഇറങ്ങി, എന്നിട്ട് ചക്രം മുകളിലേക്ക് ഉയർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു, അല്ലെങ്കിൽ രഥം ഉയർത്താൻ വേണ്ടി ശ്രമിക്കുന്നു. ആ സമയത്ത് അർജുനൻ വധിച്ചു എന്നതാണ്. കാലം കഴിഞ്ഞപ്പോൾ ഈ അവസാന കാലത്ത് ഒരു വീഴ്ച ഉറപ്പാണ്. രഥം വീണു എന്നാണ് പറഞ്ഞത്. അവിടെ കർണൻ്റെ ശരീരം തന്നെയാണ് ഈ രഥം. അവിടെ യുദ്ധരംഗമായതുകൊണ്ട് രഥം താണു എന്നതായി. വീരം നഷ്ടപ്പെട്ടു എന്നതാണ് അതിൻ്റെ സങ്കല്പം, വ്യംഗ്യം എന്നർത്ഥം. അപ്പോൾ വീണ്ടും വീരത്തെ കൊടുക്കാൻ അവിടെ തപസ് ചെയ്യാനുള്ള കഴിവോ അല്ലെങ്കിൽ ആ ഒരു സന്ദർഭമോ ശരിയാവണില്ല കർണന്. ദാനഫലമാകുന്ന പുണ്യം ഉണ്ടായതുകൊണ്ടാണ് ഭഗവാന്റെ സാന്നിധ്യത്തിൽ വെച്ച്, 2 പേരുടെയും സാന്നിധ്യത്തിൽ വെച്ച്, മറ്റൊരാളുണ്ടാവാറുള്ളൂ. മുക്തിക്ക് അർഹതയായി. ദാന തപസ് ചെയ്തതുകൊണ്ട് കർണന് ഈ മുക്തിക്കുള്ള അർഹത കിട്ടി. അസുരനായിരുന്നിട്ടും 1000ാമത്തെ ആയി. അപ്പം അതുകൊണ്ട് ഭഗവാന്റെ നിർദ്ദേശപ്രകാരം, ഭഗവാന്റെ അനുഗ്രഹത്തോട് കൂടിയിട്ട്, നിഗ്രഹാനുഗ്രഹത്തോട് കൂടിയിട്ട് അർജുനനെ കൊണ്ട് മുക്തി കൊടുക്കുകയാണ് ഉണ്ടായത്. ആ യുദ്ധരംഗമായതുകൊണ്ടും അവിടെ പാണ്ഡവപക്ഷത്തെ പറയുകൊണ്ടും പാണ്ഡവരുടെ ഏട്ടനായിട്ടുള്ള ആ കർണനെ, അനുജനായിട്ടുള്ള ഈ അർജുനൻ മുക്തി കൊടുക്കുകയാണ് ഉണ്ടായത്. അത് ഭഗവാന്റെ ഒരു ലീലയാണ്. ഇപ്രകാരത്തിൽ മതി എന്നുള്ളത് ഭഗവാൻ പൂർവ്വം നിശ്ചയിച്ചു. അതുകൊണ്ട് അങ്ങനെ തന്നെ സംഭവിച്ചു, അത്രയേ ഉള്ളൂ. ഇപ്പോൾ നരനാരായണന്മാരെ മനസ്സിലാക്കുക അത്ര എളുപ്പമല്ല. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കൃഷ്ണനും അർജുനനായിട്ട് വന്നവരാ. അർജുനനെ കൂടി അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് വൈകുണ്ഠത്തിലേക്ക് പോയിട്ട് സന്താനഗോപാലൻ കഥ, സന്താനങ്ങളെ കൊണ്ടുവന്ന് ദ്വാരകയിൽ ബ്രാഹ്മണന് കൊടുത്തത്. ദ്വാരകയിലെ ഒരു ബ്രാഹ്മണന് മാത്രമല്ല, ഒരാൾക്കും അസുഖം പോലും ഇല്ല അവിടെ. എന്നിട്ട് വേണ്ടേ മരണം. അവിടെ ഷഡൂർമി രഹിതം എന്നാണ്. വിശപ്പില്ല, ദാഹമില്ല, ജരമില്ല, മൃത്യുവില്ല, ആധിയില്ല, വ്യാധിയില്ല ദ്വാരകയിൽ. അവിടെയാണ് ഒരു ബ്രാഹ്മണൻ
തൻ്റെ ഓരോ കുട്ടികളായിട്ട് മരിച്ചപ്പോൾ ദ്വാരകാനാഥൻ്റെ മുമ്പിൽ വന്നിട്ട് കരഞ്ഞത്. അപ്പോൾ ദ്വാരകയിൽ അങ്ങനെയൊന്നും ഇല്ല, അർജുന കണ്ടോളൂ. അങ്ങനെയാണ് വൈകുണ്ഠത്ത് കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവന്നത്. ഇപ്പോൾ നരനാരായണന്മാരുടെ ലീലകൾ എത്രയാണെന്ന് ചോദിച്ചാൽ മുഴുവൻ പറയൽ അത്ര എളുപ്പമല്ല. അപ്പം അങ്ങനെയുള്ള നരനാരായണന്മാരെ 4-ാമത്തെ ഭാവത്തിൽ ഇവിടെ അവതാരം ചെയ്തു, സ്വരൂപത്തെ സ്വീകരിച്ചു. തുര്യേ 4-ാമത്തെ ആയിട്ട് ധർമ്മ കലാസർഗേ, ധാർമ്മികമായിട്ടുള്ള കല സൃഷ്ടിക്കുന്ന സമയത്ത് നരനും നാരായണനുമായിട്ട് ഋഷികളായിട്ട് വന്നു. ഭൂത്വ സംഭവിച്ചു. എന്നിട്ടോ എന്താ ചെയ്തത്? ആത്മ ഉപശമ, ആ ജീവാത്മാവിൻ്റെ ഉപശമത്തിന് വേണ്ടിയിട്ട് ഉപേത, അതിന് വേണ്ടിയിട്ടാണ് ഈ ശരീരത്തെ സ്വീകരിച്ചത്. എന്നിട്ട് എന്താ ചെയ്തത്? ആ ശരീരം കൊണ്ട് ആ കരോത് ചെയ്തു. ദുശ്ചരം തപഹ, വളരെ പ്രയാസമുള്ളതായിട്ടുള്ള കൃച്ഛ്ര തപസ്സിനെ ചെയ്തു. യുദ്ധവും ചെയ്തു, തപസ്സും ചെയ്തു. ഈ ലീലകളൊക്കെയും ചെയ്തു. ധാരാളമുണ്ട് നരനാരായണന്മാരുടെ ലീലകൾ. അപ്പം അത് അങ്ങനെയുള്ള മുഴുവൻ ചെയ്തതായിട്ടുള്ള ആ ഭഗവാന്റെ 4-ാമത്തെ അവതാരം, 9-ാമത്തെ ശ്ലോകം. ഇപ്പോൾ 7, 8, 9 ഒന്ന് സൂചിപ്പിച്ചു. ഇനി 10-ാമത്തേത് നമുക്ക് നാളെ പറയാം. ശ്രീ ഗുരുവായൂരപ്പ ഇപ്പോൾ 6-ാമത്തെ ഭാഗമായിട്ട് ഇത് സമർപ്പിക്കുന്നു. നാരായണ 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 നാരായണ